അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം നമ്മൾ സ്വഹാബാക്കളൊക്കെയും ഉള്ളൊരു സദസ്സിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നമ്മളോട് പറഞ്ഞു, ഖുദു ജുന്നത്തക്കും, നിങ്ങൾക്കുള്ള കാവൽക്കാരനെ നിങ്ങൾ തയ്യാറാക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടിങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചുപോയി. നമ്മൾ വിചാരിച്ചുപോയി ഇനി യുദ്ധത്തിലേക്ക് പോകാനായിരിക്കും മുത്തനബി പറയാൻ. അപ്പം യുദ്ധത്തിന് വേണ്ടിയുള്ള കാവലുകളൊക്കെയും നാം തയ്യാർ ചെയ്യാനായിരിക്കും മുത്തനബി സൂചിപ്പിച്ചത് എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ, കുന്ന യാ റസൂലല്ലാഹ്, നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചോ, നബിയെ കാവൽക്കാരനെ നിങ്ങൾ തയ്യാറ് ചെയ്യുക, നിങ്ങളൊരു കാവലുണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞല്ലോ നബിയെ, അത് എന്തിനെ പേടിച്ചിട്ടാണ്? മിൻ അദുവിൻ, ശത്രുക്കളെ പേടിച്ചിട്ടാണോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ബൽ ജുന്നത്തുക്കും മിനന്നാർ, നരകത്തിനെ തൊട്ട് നിങ്ങൾ കാവൽ ഉണ്ടാക്കി വെക്കുക, കാവൽക്കാരനെ നിങ്ങൾ തയ്യാറ് ചെയ്ത് വെക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ശത്രുക്കളെക്കാൾ വളരെ ഭയപ്പെടേണ്ടത്, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയമാണ് നരകമെന്നുള്ളത്. ആ നരകത്തിന് തൊട്ടുള്ള കാവലാണ് നാം ഇന്ന് തയ്യാറ് ചെയ്തു വെക്കേണ്ടത്. അതിന് എന്തെല്ലാം ചെയ്യാനുണ്ടോ അതൊക്കെയും ഇവിടെ നിങ്ങൾ ചെയ്തു വെക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് തന്നെ ആ നരകത്തിന് തൊട്ട് കാവൽക്കാരനെ ഉണ്ടാക്കി വെക്കൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഏതെല്ലാം അമലുകളെ കൊണ്ട് നരകത്തിന് തൊട്ട് കാവലുണ്ടാക്കി വെക്കുക എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മുത്തനബി പറയുന്നു, ഖുലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമത്തി മുൻജിയാത്തും വമുഖദ്ദിമാത്തുൻ. ഓ സ്വഹാബാക്കളെ, വളരെ ഗൗരവത്തിൽ നിങ്ങൾ കാണേണ്ട ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്ർ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് കൊണ്ടുവരികയും ഇതായിരിക്കും നിങ്ങളെ ആഖിറത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതും. യൗമൽ ഖിയാമത്ത് നാളിൽ നിങ്ങളെക്കാൾ മുമ്പിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പോയി നിങ്ങൾക്കൊരു കാവൽക്കാരനായി നിൽക്കുന്നത്, നരകത്തിന് ആ ഭയാനകമായ നരകത്തിന് തൊട്ട് നിങ്ങൾക്കൊരു കാവൽക്കാരനായി നിൽക്കുന്നത് ഈ ദിക്റുകളായിരിക്കും സ്വഹാബ. അതുകൊണ്ട് ഈ ദിക്റിനെ വളരെ ഗൗരവത്തോടു കൂടെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഗൗരവത്തോടു കൂടെ കാണുക. ഇത് നിങ്ങളെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കുള്ള കാവൽക്കാരനെ തയ്യാർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതേ നിങ്ങളുടെ ഏറ്റവും വലിയ കാവൽക്കാരനാണ് ഈ പറയപ്പെട്ട ദിക്റുകൾ. ഇത് നിങ്ങൾ തയ്യാർ ചെയ്ത് വെക്കുക എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞ ആ വാക്കുകളുടെ ഉദ്ദേശം. ഈ ഹദീസ് വളരെ ഗൗരവത്തോടു കൂടെ കാണണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതേ ഈ ദിക്റിനുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമ്മളോട് മുത്തനബി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്റിൻ്റെ മഹത്വം എത്രമാത്രം ഉള്ളതാണെന്ന് വളരെ ഗൗരവത്തോടു കൂടെ കാണുക. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുവരേണ്ട ദിക്റുകളാണ് ഈ ദിക്റുകൾ. അതേ നാളെ ആഖിറത്തിൽ ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ഈ ദിക്ർ. ഇത് നിത്യമാക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതേ നരകത്തിനു തൊട്ട് ഇത് കാവൽക്കാരനായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം മുത്തുനബിയാണ് നമ്മെ പഠിപ്പിച്ചത്, ഖുദു ജുന്നത്തുക്കും, നിങ്ങളുടെ കാവൽക്കാരനെ നിങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് നമ്മെ പഠിപ്പിച്ച
ദിക്റുകളാണ് ഈ ദിക്റ്. അതുകൊണ്ട് മനസ്സിലാക്കാം, ഇതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാവൽക്കാരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിനെ വേണ്ടതുപോലെ ഗൗരവിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ഈ കാരണത്താൽ നാളെ ആഖിറത്തിൽ നരകത്തിന് തൊട്ട് വലിയൊരു കാവൽക്കാരനായി ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. അതിനുവേണ്ടി ധ്വാനിക്കുക, ചൊല്ലുക, പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.